Praise be to Jesus Christ and Blessed Virgin Mary. Welcome back to Catholic Wakabi and Ashik Joy. As usual, let us begin with a prayer. Pater noster, qui es in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra, panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. ആമേൻ. ഗർഭന്താൾ മുന്നറിയിപ്പിനെ പറ്റിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഗർഭന്താൾ മുന്നറിയിപ്പിന് മുൻപ് സംഭവിക്കുന്ന ഒരു കാര്യം, അത് ഗർഭന്താൾ മുന്നറിയിപ്പ് കഴിഞ്ഞാൽ അത് ത്വരിതപ്പെടുകയും ചെയ്യുമെന്ന് ഈശോ പറയുന്നു. അതിനെ പറ്റിയിട്ടാണ് ഇത് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ സിസ്റ്റർ ജിൻസൂർ കോളാൻഡിന് ഈശോ നൽകിയ കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറഞ്ഞ ആ പുസ്തകത്തിലെ 14-ാമത്തെ സന്ദേശമാണിത്. ഇത്രയേ ഉള്ളൂ. ഗർഭന്താൾ മുന്നറിയിപ്പിന് മുൻപ് ദൈവം കരുണയുടെ ഒരു പ്രവൃത്തി, അഫ്ലിക്ഷൻ ഓഫ് മേഴ്സി എന്നാണ് പറയുന്നത്, അത് ദൈവം ചെയ്യാൻ പോവുകയാണ്. അത് ഏത് രൂപത്തിലായിരിക്കും, ഇതിൽ നിന്ന് ആരൊക്കെ ഒഴിവാക്കപ്പെടും, ആർക്കൊക്കെ ഇത് എഫക്റ്റ് ചെയ്യും എന്നാണ് ഈശോ ഈ സന്ദേശത്തിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് കേൾക്കാം. മനുഷ്യകുലത്തോടുള്ള എൻ്റെ കരുണ എൻ്റെ എല്ലാ മക്കളിലേക്കും അയക്കപ്പെടുന്നു. തീരെ ചെറിയ കുഞ്ഞുങ്ങളും രോഗികളും ഒഴികെ മറ്റെല്ലാവർക്കും എൻ്റെ കരുണയുടെ സ്പർശനം ഞാൻ അനുവദിക്കും. ഇത് ഗർഭന്താൾ മുന്നറിയിപ്പിനെ പറ്റിയിട്ടാണ്. തീരെ ചെറിയ കുഞ്ഞുങ്ങൾ, 7 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്കായിരിക്കും ഗർഭന്താൾ വാർണിങ് അനുഭവപ്പെടുക എന്ന് ഈശോയും മാതാവും പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഇത് ഗർഭന്താൾ മുന്നറിയിപ്പിനെ പറ്റിയിട്ടാണ്. എന്നാൽ രോഗികളെ ഇതിൽ നിന്ന് ഒഴിവാക്കും എന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്നിട്ട് ഈശോ പറയുകയാണ്, മുന്നറിയിപ്പിന് മുൻപായി ലോകത്തിനുമേൽ എൻ്റെ കരുണയുടെ പ്രവൃത്തി, അഫ്ലിക്ഷൻ ഓഫ് മേഴ്സി പതിക്കാൻ ഞാൻ അനുവദിക്കും. ഇതാദ്യമായിട്ടാണ് ഈ ഒരു സന്ദേശം ഞാൻ കേൾക്കുന്നത്. കരുണയുടെ ഒരു പ്രവൃത്തി ഈ ഗർഭന്താൾ മുന്നറിയിപ്പിന് മുമ്പ് ദൈവം അനുവദിക്കുമെന്ന് പറയുന്നു. ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കേണ്ടിയിരിക്കുന്നു. എന്നെയോ പിശാചിനെയോ ആരെയാണ് വേണ്ടതെന്ന് തിരഞ്ഞെടുക്കാൻ എൻ്റെ മക്കൾക്ക് ഞാൻ സ്വാതന്ത്ര്യം അഥവാ സ്വന്തമായ ഇച്ഛ നൽകുന്നു. കരുണയുടെ പ്രവൃത്തി സകല മനുഷ്യരുടെ മേലും പതിക്കും. ആരും ഒഴിവാക്കപ്പെടുകയില്ല. ശാസ്ത്രജ്ഞന്മാർക്കും ഡോക്ടർമാർക്കും എന്നല്ല, മറ്റാർക്കും തന്നെ ഈ കരുണയുടെ പീഡയ്ക്ക് പ്രതിവിധി കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. എന്തായിരിക്കും ആ പീഡ എന്നത് നിങ്ങൾക്ക് ഇപ്പോൾ വിശദീകരിച്ച് നൽകപ്പെട്ടില്ല. അത് ഒരു അതിസ്വാഭാവിക പ്രതിഭാസം ആയിരിക്കും. അനേകർ അപ്പോൾ കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കും. കരുണയുടെ പീഡയ്ക്ക് ഒരു പ്രതിവിധിയും ഉണ്ടാകില്ല. അതിനെ എടുത്തു മാറ്റാനും കഴിയില്ല. ഈ കരുണയുടെ പീഡയ്ക്ക് ആ പീഡ വന്നു കഴിഞ്ഞാൽ യാതൊരു മരുന്നും കൊണ്ട് ഇതിനെ മാറ്റാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അതിനെ എടുത്തു മാറ്റാനും കഴിയില്ല. സമയം വൈകുന്നതിന് മുൻപേ മാനസാന്തരപ്പെടാനുള്ള ഒരു അവസരം കൂടി മനുഷ്യകുലത്തിന് നൽകാൻ വേണ്ടി നിങ്ങളുടെ യേശുവായ ഞാൻ തന്നെയാണ് എൻ്റെ പിതാവിൻ്റെ അനുവാദത്തോടെ കരുണയുടെ ഈ പ്രവൃത്തി അയക്കുന്നത്. അത് മുന്നറിയിപ്പിന് മുൻപ് ആരംഭിക്കുകയും മുന്നറിയിപ്പിന് ശേഷം ത്വരിതപ്പെടുകയും ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കരുണയുടെ പീഡ സംഭവിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഇനി ഈശോ ഇതിൻ്റെ ചെറിയൊരു ഭാഗം വിശദീകരിച്ച് തരികയാണ്. കരുണയുടെ പീഡ സംഭവിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഓരോ മനുഷ്യരും ഒരിക്കലും ഭേദമാക്കാൻ വയ്യാത്ത ഒരു രോഗത്തിൻ്റെ രൂപത്തിൽ അവരുടെ പാപങ്ങൾ അനുഭവിക്കും. എൻ്റെ ഭൂമിയിൽ അങ്ങേയറ്റം ഹീനവും ക്രൂരവുമായ പാപങ്ങൾ ചെയ്യുന്നവർ അങ്ങേയറ്റം അനുഭവിക്കും. അപ്പോൾ ഇത് സംഭവിക്കുമ്പോൾ ഏറ്റവും മോശം പാപം ചെയ്തവരായിരിക്കും ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത്. ഈശോ പറയണത് അവർ മറ്റാരുമല്ല, എൻ്റെ ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളെ കൊല ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുന്നവർ തന്നെ, കുഞ്ഞുങ്ങളുടെ ജീവനും ഭാവിയും നശിപ്പിക്കുന്നവർ, മറ്റുള്ളവർക്ക് മേൽ അധികാരം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇങ്ങനെയുള്ള തിന്മകൾ ചെയ്യുന്നവരാണവർ. ഇവരാണ് ഏറ്റവും കൂടുതൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആവാൻ പോണത്. എൻ്റെ കരുണയുടെ പ്രവൃത്തി ഒരു ചെറിയ തടിപ്പോ കുരുവോ പോലെ, ഒരു റാഷസ് പോലെ ആയിരിക്കും ആരംഭിക്കുക. അത് പിന്നെ ഒരു വ്രണമായി മാറും. അനേകർക്ക് തങ്ങളുടെ ത്വക്ക് ചീഞ്ഞളിയുന്നതായി അനുഭവപ്പെടും. അവരുടെ ശരീരങ്ങൾ ജീർണിച്ച് ശവശരീരങ്ങളുടേതുപോലെ ദുർഗന്ധം വമിക്കും. ആ ദുർഗന്ധം അത്രമേൽ അസഹനീയമാകിയാൽ അവർ തങ്ങളെ തന്നെ ഒളിപ്പിക്കും. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് അവർ ചോദിക്കും. സാത്താൻ്റെ അനുയായികളായിരിക്കും ഈ പീഡ ആദ്യം അനുഭവിക്കാൻ പോകുന്നത്. അവനെ സ്നേഹിക്കുകയും സത്യത്തിലേക്ക് വരാൻ വിസമ്മതിക്കുകയും
അനുദപിക്കാൻ ഒരുക്കമല്ലാതിരിക്കുകയും ചെയ്യുന്നവരായിരിക്കും ഈ കരുണയുടെ പീഡ ആദ്യം അനുഭവിക്കുന്നത്. അപ്പോൾ സാധാരണ ഫോളോ ചെയ്യുന്നവരായിരിക്കും ഇത് ആദ്യം അനുഭവിക്കാൻ പോകുന്നത്. ലോകത്തിൽ മുഴുവൻ അരാജകത്വം നടമാടും. അനേകർ സംക്രമിക്കുകയും മറ്റുള്ളവരെ ശപിക്കുകയും ചെയ്യും. എൻ്റെ കരുണയുടെ പ്രവൃത്തിക്ക് ഒരു മറുമരുന്ന് കണ്ടുപിടിക്കാൻ മനുഷ്യന് കഴിയില്ല. ഞാൻ അവർക്ക് ഒരവസരം കൊടുക്കും. എൻ്റെ മക്കൾക്ക് എന്നെ അല്ലെങ്കിൽ ലൂസിഫറിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഈ അവസരം കൊടുക്കുക തന്നെ വേണം. ആരുടെ പിറകെ പോകണമെന്ന് അവർ തന്നെ തീരുമാനിക്കണം. എൻ്റെ നാമം വഹിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ എളിമപ്പെടുത്തുകയും എൻ്റെ മുഖം തേടുകയും തങ്ങളുടെ ദുഷ്ടമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരെ ശ്രവിക്കുകയും അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശത്തെ സുഖപ്പെടുത്തുകയും ചെയ്യും. തങ്ങളുടെ പാപകരമായ മാർഗങ്ങൾ ഉപേക്ഷിക്കുന്നവർ ഉടൻ തന്നെ സൗഖ്യം പ്രാപിക്കും. അപ്പോൾ എങ്ങനെ സൗഖ്യപ്പെടും എന്ന് ഈശോ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സത്യമായും ആത്മാർത്ഥമായും നിങ്ങളുടെ എല്ലാ പാപങ്ങളെക്കുറിച്ചും അനുതപിക്കുകയും തിന്മയിൽ നിന്ന് വേർപിരിയുകയും ചെയ്യണം. എന്നെ കബളിപ്പിക്കാമെന്ന് കരുതരുത്. നിങ്ങളുടെ ആത്മാർത്ഥതയും നിങ്ങളുടെ ഹൃദയ വ്യാപാരങ്ങളും ഞാൻ അറിയുന്നു. ഭൂമിയിലുള്ള എൻ്റെ പരിശുദ്ധരായ പുണ്യാത്മാക്കൾ, അതായത് എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും പ്രാർത്ഥിക്കുകയും എപ്പോഴും എന്നെ തേടുകയും ചെയ്യുന്നവർ തന്നെ മാത്രമേ ഒഴിവാക്കപ്പെടുകയുള്ളൂ. ഇവർ മാത്രമേ ഈ കരുണയുടെ ഈ പ്രവൃത്തിയിൽ നിന്നും ഈ വരാനിരിക്കുന്ന പീഡയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയുള്ളൂ എന്ന് ഈശോ പറയുകയാണ്. ആരൊക്കെയാണ് അവർ? എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും പ്രാർത്ഥിക്കുകയും എപ്പോഴും എന്നെ തേടുകയും ചെയ്യുന്നവർ. സന്ദേശങ്ങൾക്കും മുന്നറിയിപ്പുകൾക്കും ചെവി കൊടുക്കുന്നവരും തങ്ങളുടെ പാപകരമായ മാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുന്നവരും ഒഴിവാക്കപ്പെടും. ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നവരും അതനുസരിച്ച് പാപകരമായ ജീവിതം ഒഴിവാക്കി ജീവിക്കുന്ന ആളുകളും ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെടും. ആവശ്യത്തിലായിരിക്കുന്ന എൻ്റെ മക്കളെ സഹായിക്കുന്നവരും ദരിദ്രരെ തീറ്റുന്നവരും സുവിശേഷ ഭാഗ്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവരും ഒഴിവാക്കപ്പെടും. അതായത് മറ്റുള്ളവർക്ക് പരോപകാര പ്രവൃത്തി ചെയ്ത് ജീവിക്കുന്നവരും ഒഴിവാക്കപ്പെടും. അവർ ഈ പീഡ അനുഭവിക്കേണ്ടി വരികയില്ല. മതമോ വംശമോ വിശ്വാസമോ ഞാൻ കണക്കിലെടുക്കുന്നില്ല. ഞാൻ എൻ്റെ എല്ലാ മക്കളിൽ നിന്നും ആഗ്രഹിക്കുന്നത് അവരുടെ ഹൃദയമാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനൊരു മെസ്സേജ് കേൾക്കുന്നത്. ഗർഭന്താൾ വാർണിങ്ങിന് മുൻപ് ദൈവം അയക്കുന്ന കരുണയുടെ പ്രവൃത്തി, അഫ്ലിക്ഷൻ ഓഫ് മേഴ്സി എന്നാണ് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നമുക്ക് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. Ave Maria, gracia plena, Dominus tecum, benedicta in mulieribus, et benedictus fructus ventris tui, Iesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christore.